അടുത്തത് amendment ആണ് ഭേദഗതികൾ. The certificate of incorporation of the General Service Board and this bylaws may be amended by the affirmative vote of 75% of all the members of the Board of Trustees. When amending the certificate of incorporations or when considering an amendment to the bylaws that affects the rights of corporation members such, the trustees must act in their capacity as members of the corporations in keeping with the spirit and the principles of the Fellowship of Alcoholics Anonymous. The board is expected, although not legally required, to submit any amendment or amendments of the certificate of corporations and of this bylaws to conference delegates, either by mail or at the annual meetings of the Conference of Alcoholics Anonymous as the board of trustees may determine. And if a majority of such delegates disapproves of such amendment or amendments, the member trustees are expected to refrain from proceeding therewith, except when such amendment or amendments are otherwise required by law. Where, however, an amendment or amendments to the certificate of incorporations are submitted to conference delegates and are to disapprove as aforesaid, such amendment or amendments shall require the affirmative vote of only a majority of the amendment members present at a meeting of members, provided that the vote cast in favor of such action are at least equal to the quorum. Where an amendment or amendments to the bylaws are submitted to conference delegates and are not disapproved as aforesaid, the amendment or amendments shall require the affirmative vote of only a majority of members trustees present at the meeting, provided that when considering an amendment to the bylaws that affects the rights of corporations members, as such the members trustees must act in their capacity as members of the corporation. ഇപ്പൊ ഭേദഗതിയെ കുറിച്ചാണ്. അനുബന്ധ ഓയിലെ അവസാന ഭാഗമാണ് ഭേദഗതി. ജനറൽ സർവീസ് ബോർഡിന്റെ സ്ഥാപന സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈ ബൈലോസ് ഭേദഗതി ചെയ്യാൻ ട്രസ്റ്റി ബോർഡിലെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് മുഴുവൻ അംഗങ്ങളിൽ കുറഞ്ഞത് 75% പേരുടെ അനുകൂല വോട്ട് ആവശ്യമാണ്. സ്ഥാപന സർട്ടിഫിക്കറ്റിൽ ഭേദഗതി വരുത്തുമ്പോഴും അല്ലെങ്കിൽ കോർപ്പറേറ്റ് അംഗങ്ങളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മെമ്പേഴ്സിന്റെ അവകാശങ്ങളെ ബാധിക്കുന്ന ബൈലോകളിലെ ഭേദഗതി പരിഗണിക്കുമ്പോഴും ട്രസ്റ്റിമാർ എന്ന നിലയിലല്ല, കോർപ്പറേഷന്റെ അംഗങ്ങൾ മെമ്പേഴ്സ് ഓഫ് ദ കോർപ്പറേഷൻ എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിന്റെ ആത്മാവിനും തത്വങ്ങൾക്കും അനുസൃതമായി നിയമപരമായ നിർബന്ധമല്ലെങ്കിലും സ്ഥാപന സർട്ടിഫിക്കറ്റിലോ ബൈലോകളിലോ വരുത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഭേദഗതികളും കോൺഫറൻസ് ഡെലിഗേറ്റ്സിന് സമർപ്പിക്കുമെന്ന് ബോർഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ബോർഡ് തീരുമാനിക്കുന്ന രീതിയിൽ ഈ ഭേദഗതികൾ തപാൽ മുഖേന അല്ലെങ്കിൽ മെയിൽ അല്ലെങ്കിൽ വാർഷിക ആൽക്കഹോളിക്സ് അനോണിമസ് കോൺഫറൻസിൽ ആനുവൽ കോൺഫറൻസ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസിൽ കോൺഫറൻസ് പ്രതിനിധികൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അത്തരം ഭേദഗതികൾക്ക് കോൺഫറൻസ് പ്രതിനിധികളിൽ ഭൂരിപക്ഷം എതിർപ്പ് രേഖപ്പെടുത്തിയാൽ നിയമം നിർബന്ധമാക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ മെമ്പർ ട്രസ്റ്റീസ് അല്ലെ അംഗങ്ങളായ ട്രസ്റ്റിമാർ ആ ഭേദഗതികളുമായി മുന്നോട്ട് പോകാതിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സ്ഥാപന സർട്ടിഫിക്കറ്റിലെ ഭേദഗതികൾ കോൺഫറൻസ് പ്രതിനിധികൾക്ക് സമർപ്പിക്കുകയും അവർ അവയെ എതിർക്കാതിരിക്കുകയും ചെയ്താൽ ആ ഭേദഗതി അംഗീകരിക്കാൻ അംഗങ്ങളുടെ യോഗത്തിൽ ഹാജരായിരിക്കുന്ന അംഗങ്ങളുടെ സാധാരണ ഭൂരിപക്ഷ വോട്ട് മാത്രം മതിയാകും. എന്നാൽ അതിന് അനുകൂലമായി ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം കോറത്തിന് തുല്യമോ അതിലധികമോ ആയിരിക്കണം. അതുപോലെ ബൈലോകളിലെ ഭേദഗതികൾ കോൺഫറൻസ് പ്രതിനിധികൾക്ക് സമർപ്പിക്കുകയും അവർ അവയെ എതിർക്കാതിരിക്കുകയും ചെയ്താൽ ആ ഭേദഗതി അംഗീകരിക്കാൻ യോഗത്തിൽ ഹാജരായിരിക്കുന്ന അംഗങ്ങളായിട്ടുള്ള ട്രസ്റ്റിമാരുടെ സാധാരണ ഭൂരിപക്ഷ വോട്ട് മാത്രം മതിയാവും. എന്നാൽ കോർപ്പറേറ്റ് അംഗങ്ങളുടെ അവകാശങ്ങളെ ബാധിക്കുന്ന ബൈലോ ഭേദഗതികൾ പരിഗണിക്കുമ്പോൾ അംഗങ്ങളായ ട്രസ്റ്റിമാർ കോർപ്പറേഷന്റെ അംഗങ്ങൾ എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്. ഈ വകുപ്പ് പറയുന്നത് സാധാരണയായി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ ബൈലോസ് ഭേദഗതി ചെയ്യാൻ 75% ട്രസ്റ്റിമാരുടെ അനുകൂല വോട്ട് ആവശ്യമാണെന്നും, എന്നാൽ ഭേദഗതി ആദ്യം കോൺഫറൻസ് പ്രതിനിധികൾക്ക് സമർപ്പിക്കുകയും അവർ അത് എതിർക്കാതിരിക്കുകയും ചെയ്താൽ പിന്നീട് സാധാരണ ഭൂരിപക്ഷ വോട്ട് കൊണ്ട് ഭേദഗതി അംഗീകരിക്കാമെന്നും, ഇത് എയുടെ സേവന ഘടനയിൽ കോൺഫറൻസിന്റെ കൂട്ടായ അഭിപ്രായത്തിന് ബഹുമാനം നൽകുന്ന ഒരു പാരമ്പര്യമാണ്. നിയമം നിർബന്ധമാക്കുന്നില്ലെങ്കിലും കോൺഫറൻസിന്റെ അഭിപ്രായം മാനിച്ച് പ്രവർത്തിക്കണമെന്നത് ബോർഡിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമായി ഇവിടെ കണക്കാക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത്.